ഇപ്പോൾ നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് പേര് ക്രിയാറ്റിൻ കഴിക്കുന്നുണ്ട്. ഈ ക്രിയാറ്റിൻ കഴിക്കുന്നത് നമ്മളെ കിഡ്നിക്ക് ഡാമേജ് വരുത്തുമോ? അതിൻ്റെ കറക്റ്റ് ഡോസിൽ കഴിച്ചാൽ അത് ഡാമേജ് വരുത്തില്ല. നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് നമ്മൾ നോക്കുന്നത് ബ്ലഡിൽ സീറം ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഈ നമ്മൾ കഴിക്കുന്ന ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ക്രിയാറ്റിനായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ക്രിയാറ്റിൻ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ക്രിയാറ്റിനിൻ ലെവൽസ് കുറച്ച് താൽക്കാലികമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പേടിയാവും നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്രിയാറ്റിൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു ബേസ് ലൈൻ സീറം ക്രിയാറ്റിനിൻ ചെയ്യുക. എന്നിട്ട് ക്രിയാറ്റിൻ കഴിച്ചു തുടങ്ങി ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ സീറം ക്രിയാറ്റിനിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ബേസ് ലൈൻ ലെവലിൽ നിന്നും ഒരു 30% കൂടുതൽ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, കിഡ്നിക്ക് പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. മാത്രമല്ല, മുമ്പ് കിഡ്നി അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകൾ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കാതെ ഒരിക്കലും ക്രിയാറ്റിൻ കഴിക്കാൻ പാടില്ല.